ഹലോ, വെൽക്കം ടു എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അല്ലേ കൂട്ടാ. അപ്പൊ ഇന്ന് ഏതൻ ഇവ ഇസ ഇറങ്ങിയിരിക്കുവാണ്. കൊറേ നാള് കൂടി ഇവര് വീഡിയോയിൽ വരുന്നത്. സമയമില്ല. 2 മാസത്തെ വെക്കേഷൻ ആയിരുന്നു, പക്ഷെ ഒന്നിനും സമയമില്ല. സ്കൂളിലെ ആക്ടിവിറ്റി പുതിയ വേറൊരു ആക്ടിവിറ്റി ഉണ്ട് ഇന്ന്. എന്താണ്? എന്താന്ന് വെച്ചാല് നമ്മളെല്ലാരും 5 പേരില്ലേ, ഇത് കമന്റ് സെക്ഷനിൽ വരേണ്ടതാടാ, ഓരോന്നും കൊണ്ട് വന്നേക്കുന്നു എന്നുള്ളത്. 5 പേരും ഇപ്പം ഞാന് ഈവനെ പറ്റി, ഇസനെ പറ്റി, ഏതനെ പറ്റി, നിന്നെ പറ്റി അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് പറയണം ഓരോ കാര്യങ്ങള്. അതുപോലെ ഈവക്കുട്ടി എന്നെ പറ്റി പറയണം. അങ്ങനെ എല്ലാവരും മറ്റുള്ളവരെ പറ്റി ഓരോ പ്ലസ് പോയിന്റ് പറയണം. അപ്പൊ അറിയാലോ എന്തൊക്കെ ആൾക്കാർക്ക് പ്ലസ് പോയിന്റ് ഉണ്ട്, അവരുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ പറയോ? ഒരാൾക്ക് ഒരു ക്വാളിറ്റി ഒക്കെ ഉള്ളെങ്കിൽ എന്നെ ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഇല്ലടാ. എന്ത് ക്വാളിറ്റി? ഒരു ക്വാളിറ്റി ഇല്ലാത്ത 2 മനുഷ്യരായി പോലെ നമ്മള്. ഓ ക്വാളിറ്റിയുടെ നിറകുടങ്ങളെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. എങ്ങനെയാ പറയണ്ടേ? എവിടുന്ന് തുടങ്ങണം? ഓക്കെ, ഫാദർ തുടങ്ങട്ടെ അല്ലേ ചേട്ടാ? ഫാദർ പറയാട്ടോ. നിങ്ങൾ പറയാം, ഞങ്ങളെല്ലാവരും. ഇസക്കുട്ടിന്റെ ബർത്ത്ഡേ ജനുവരി 5-ന്. ഇസക്കുട്ടീനെ പറ്റി വേഗം അറിയുന്ന ചാടി പറയില്ല ഇവരെല്ലാരും പറഞ്ഞു. അതായത് ഇസക്കുട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. ഇതുവരെ ഇസക്കുട്ടി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും ഭയങ്കര, ഇപ്പൊ രാവിലെ എണീറ്റാൽ പോലും ബാക്കിയുള്ള പിള്ളേരാണെങ്കിൽ കരഞ്ഞോണ്ടും ഇതൊക്കെ എണീറ്റ് വരിക. പക്ഷെ ഇസക്കുട്ടി എപ്പോഴും എണീറ്റ് വരുന്നത് ഇവരുടെ കാര്യമല്ല പറഞ്ഞത്, നിന്റെ കാര്യമല്ല പറഞ്ഞത്. ജനറലി കുഞ്ഞു പിള്ളേര് ചിലപ്പോൾ സാധാരണ കുഞ്ഞു പിള്ളേര് എപ്പോഴും കരഞ്ഞോണ്ടും ഇതൊക്കെ ആയിരിക്കും വരുന്നത്. ഇസക്കുട്ടി എപ്പോഴും അല്ലല്ല, ഇസക്കുട്ടി എപ്പോഴും പ്ലസന്റ്, എപ്പോഴും അങ്ങനെ കരഞ്ഞിരിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ പിണങ്ങൂല. അതൊക്കെയാണ് ഇസക്കുട്ടിന്റെ പ്ലസ് പോയിന്റ്. എല്ലാവർക്കും പറയേണ്ടതാ. പ്ലസ് പോയിന്റ് ഇച്ചക്കുട്ടിയില്ലേ, ഒട്ടും കുശുമുണ്ടാക്കാറില്ല. എന്റെ കൂട്ടത്തിൽ ഫുള്ളും ഫ്രണ്ട്സാ അല്ലേ ഇച്ചക്കുട്ടി? ഗുഡു നല്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഞാനല്ലേ പറയണ്ടേ? പറയണോ? പുറത്ത് പോകുമ്പോ തിരിച്ചു വരുമ്പോ തന്നെ കൊച്ചാണ് ആദ്യം ഈ ഡ്രസ് ഊരി കഴിയുന്നത്. വീട്ടിലിടുന്ന ഡ്രസ്സ് എടുത്തിടും അല്ലേ? അതാരും പറയാത്തൊരു കാര്യമാണല്ലോ. അപ്പൊ ഞാൻ പറയാം. അപ്പൊ കൊച്ചിന്റെ എന്താന്ന് വെച്ചാലേ, കൊച്ച് അയ്യോ ബ്ലഷ് ആകുന്നുണ്ട്. പൊങ്ങി ഇനി അമ്മ പറയുന്നത് എന്താന്ന് വെച്ചാല്, ദിവസത്തിലില്ലേ ഒരു പ്രാവശ്യം, ഒരു തവണയെങ്കിലും എനിക്ക് ഐ ലവ് യു മോം എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് വരും. ഒരു കാർഡിൽ എപ്പോഴും തന്നെ എഴുതിക്കൊണ്ട് വരും. എപ്പോഴും എഴുതിക്കൊണ്ട് തരും എനിക്ക്. ഞാൻ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് കൊടുക്കും, നമ്മള് ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് കൊടുക്കും. കൊച്ചു ഒരെണ്ണം കൂടെ, എന്നിട്ട് രാത്രിക്ക് ഒരെണ്ണം. എപ്പോഴും ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് ഐ ലവ് യു മോം. അതിന്റെ മോമിന്റെ സ്പെല്ലിംഗ് ഒക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ പഠിച്ചു വെച്ചേക്കോ. MOM മോം അങ്ങനെ എഴുതി കൊണ്ടുവരെ ലവും വരച്ച് അത് എപ്പോഴും കൊണ്ടുതരും. അത് തക്കട സൂപ്പറാണ്. ഒരു ഡേയിൽ 4 വർഷം അങ്ങനെ കൊണ്ടുവരും. ഞങ്ങള് പണ്ടെങ്ങനെയായിരുന്നു ഇല്ലേ, ഒരു മാഗ്നറ്റ് ഇങ്ങനെ ഷേപ്പ് ആയിട്ടുള്ള ഒരു ടോയ് ഉണ്ടായിരുന്നു. അതിലത്തെ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു. അതിന്റെ പേപ്പർ കീറിപ്പോയപ്പോ അതിന്റെ മേലെ ഞാനും ഇവക്കുട്ടി ഐ ലവ് യു മോം എഴുതിക്കൊണ്ട് വരും. അത് ഇസക്കുട്ടിക്ക് ചെറുതല്ലേ, സ്പെല്ലിംഗ് ഒക്കെ പഠിച്ച് എഴുതിക്കൊണ്ട് വരും ഇപ്പൊ. ഓക്കെ, ഇനി അടുത്തത് ആരെ കുറിച്ചാ? നെക്സ്റ്റ് ബർത്ത്ഡേ ജനുവരി 28. അപ്പൊ നമ്മള് ആരാണ് ആദ്യം പറയുന്നത്? ആരാ? ഈ കുട്ടി തുടങ്ങിക്കോ, സൈഡിൽ നിന്ന് തുടങ്ങിക്കോ. ഓക്കെ, എന്നാല് ഇച്ചുക്കുട്ടൻ പറ. ഞങ്ങള് ചോദിക്കാതെ കുറച്ച് കുഞ്ഞു മുട്ടകള് വാങ്ങി തരും. ചോദിക്കാതെ വാങ്ങി തരും അല്ലേ? ഓക്കെ, അതൊരു പുതിയ, അത് പ്ലസ് ആണ്. ഞങ്ങള് ചോദിക്കുന്നത്
ഷയേച്ചി വാങ്ങി. പക്ഷെ ആ മുട്ടായി സ്റ്റിൽ ഞങ്ങൾക്ക് കൊണ്ടേ തരാറുണ്ട്. ആ. ഇനി ഞാൻ പിന്നെ ഇവാക്കുട്ടി ഷയച്ച് എപ്പോഴും ഓഫീസ് വിട്ട് കഴിയുമ്പോ എന്നെയും വിസക്കുട്ടീനും ഇങ്ങനെ എടുത്തോണ്ട് നടക്കും. നിന്നെ എടുത്തോണ്ട് നടക്കാത്തേ നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നിനക്ക് വെയിറ്റ് കൂടി ഉണ്ട് കേട്ടോ. അറിയാം. നമ്മൾ രണ്ട് വയസ്സിൽ ഒരേ വെയിറ്റ് ആയി. ഞാൻ മുതുക്കരായി പോയി. ഇനി പപ്പച്ചിനെ കുറിച്ച് പറ. പപ്പച്ചിനെ കുറിച്ച് ഏതോട്ടും പറഞ്ഞോ? ഷയേച്ചിക്കുള്ള പ്ലസ് പോയിന്റ് ആണ്, ഷയേച്ചി എത്ര ലേറ്റ് ആയിട്ട് വന്നാലും ഉറക്കം ഇല്ലാത്ത പോലെയാ. ഞങ്ങള് സെയിം തന്നെ. പക്ഷെ ഷയേച്ചി എത്ര ലേറ്റ് ആയിട്ട് വന്നാലും ഷയേച്ചി ഓഫീസിലേക്കോ പുറത്തേക്ക് കൊണ്ടുപോകും. ഓഫീസിൽ നിന്ന് തിരിച്ചു. ആ അതൊരു പോയിന്റാ. എത്ര ലേറ്റ് ആയിട്ട് വന്നാലും ഇവര് ഒരുങ്ങി നിന്ന് പപ്പച്ചി ഇറങ്ങിയോ? ആ ഇറങ്ങി, എന്നാ ഇവിടെ എത്തുമ്പോ ഞങ്ങളെ പുറത്ത് കൊണ്ടുപോവോ? അപ്പൊ തന്നെ റെഡിയായി പുറത്തേക്ക് അപ്പോഴേ പോകും എന്തിതാണേലും. അത് ഭയങ്കര ഇതാട്ടോ. ഞാൻ എപ്പോഴും ഓർക്കും ദൈവമേ ക്ഷീണമല്ലേ, റെസ്റ്റ് എടുക്കണ്ടേന്നൊക്കെ. ശനിയാഴ്ച കിട്ടുമ്പോഴും അതെ അങ്ങനെ തന്നെയല്ലേ പുറത്തു പോകും. ആ എന്റെ സ്റ്റേണായില്ല ഏതോട്ട് പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ പറയട്ടെ. ഇപ്പൊ ശനിയാഴ്ച ഒരു ദിവസം റെസ്റ്റ് ഉള്ള ദിവസം, ലീവ് ഉള്ള ദിവസം, പക്ഷെ എന്നാലും ശനിയാഴ്ച റെസ്റ്റ് എടുക്കത്തില്ല. നമ്മൾ അത്ര ദിവസം പുറത്തേക്ക് അങ്ങനെ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ ശനിയാഴ്ച ദിവസം എന്തായാലും പുറത്ത് കൊണ്ടുപോകും. പിന്നെ എത്ര വൈകി വന്നാലും ഇവരെ കൊണ്ടുപോകുന്ന അതൊരു പ്ലസ് പോയിന്റ് എന്നാ പറഞ്ഞാലും പറയാനുള്ള പ്ലസ് പോയിന്റും ആണ്. അത് സമയത്ത് ഷൈജു പപ്പിക്ക് ക്ഷീണമാകുന്നുണ്ടാവും ആ കാര്യം. അതുകൊണ്ട് ശനിയാഴ്ച രാവിലെ കുറച്ചേരം ഉറങ്ങിക്കോട്ടെന്ന് നമ്മളും വിചാരിക്കും. പക്ഷെ പകലൊന്നും എത്ര മടുത്താലും കിടക്കുകയില്ല ഉറങ്ങുകയില്ല, ഇവരോട് തന്നെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എത്ര ദേഷ്യം വന്നാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ കഴിഞ്ഞു. പിന്നെ അത് ഓർത്ത് വെക്കത്തൊന്നുമില്ല, പിണങ്ങി അങ്ങനെ ഇരിക്കത്തില്ല. അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. അമ്മ 2 മന്ത് മുന്നേ എന്റെ എക്സാം റിസൾട്ട് ഉള്ളത് സ്റ്റിൽ അമ്മയുടെ ബുദ്ധിക്കകത്തുണ്ട് എന്റെ മേലെ വഴക്കുറയായിട്ടുള്ളത്. അത് നീ കേട്ടിട്ടില്ലേ? മഴ പെയ്ത് കഴിഞ്ഞാലും മരം പെയ്തുകൊണ്ടേയിരിക്കും. അതായത് മഴ പെയ്ത് കഴിഞ്ഞാലും മരത്തിലുള്ള തുള്ളി ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത എക്സാമിന് എല്ലാം പക്ക അമ്മ വിചാരിക്കുന്ന പോലെ ആകുന്നത് വരെ ഇനി ഇതിങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഏതിന്റെയും ഇവയുടെയും ബർത്ത്ഡേ സെയിം ഡേ ആയതുകൊണ്ട് നമ്മൾ ആരെ ചൂസ് ചെയ്യും? നമ്മൾ മൂത്തയാളെ ചൂസ് ചെയ്യും. ഓക്കെ, എന്നാ വലിയ ലേഡീസ് നമുക്ക് ചൂസ് ചെയ്യാതെ. യുവക്കുട്ടിനെ പറ്റി ഞാൻ പറയട്ടെ. യുവക്കുട്ടി എന്ന് പറഞ്ഞാല് ഭയങ്കര സ്നേഹത്തിന്റെ ആളാ. അത് നേരം നമ്മളോട് എന്നോടൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹ യുവക്കുട്ടിക്ക്. പിന്നെ അത് മാത്രല്ല വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ചെറുപ്പത്തിലുള്ള പിള്ളേർക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താല് അത് നമ്മള് അത് വേഗം തിന്നൂലേ, ഇഷ്ടമുള്ള സാധനമാണ് വേഗം കഴിക്കൂലേ. പക്ഷെ യുവക്കുട്ടി നമുക്കിപ്പോൾ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ അത് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം വേഗം നോക്കും. അത് നോക്കിയിട്ട് കഴിക്കും. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കണ്ടു എന്തോ ഒരു സാധനം ഇഷ്ടമുള്ള സാധനമാണ്. അത് നോക്കുമ്പോൾ യുവക്കുട്ടി കഴിച്ച് നോക്കുമ്പോൾ ഞാൻ കഴിക്കുന്നില്ല, വേഗം എനിക്ക് വേണ്ടി തന്നു, എന്നോട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എന്നെ സ്കൂളിൽ നിന്ന് അവിടെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവളെ കഴിക്കൂല, ഇവിടെ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർക്ക് കൂടെ കൊടുത്തിട്ടേ കഴിക്കുള്ളൂ. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ്. അത് ചെറിയതായിരിക്കും മുട്ടായി. അത് ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ ഇത്ര വയസ്സുണ്ടല്ലോ, LKG മുതലേ മുട്ടായി കൊണ്ടുവന്നാൽ ഏതിന് കൊടുക്കാതെ തിന്നൂല. ഭയങ്കര ആ കാര്യത്തില് ഭയങ്കര ഇതാ. നെക്സ്റ്റ് ഗ്രേഡിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ യുവാക്കുട്ടിയുടെ ഫ്രണ്ട്സ് ഇല്ലേ, യുവാക്കുട്ടിക്ക് ഒരു വലിയ പാക്കറ്റ് മുട്ടായി കൊടുത്തു. അതിനകത്ത് കുറെ മുട്ടായി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിലും യുവാക്കുട്ടി സ്റ്റിൽ ഒരു പീസ് പോലും എടുത്തില്ല, ഫുള്ള് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഫുള്ള് കൊണ്ടുവരും. ഒരു മുട്ടായി കിട്ടിയുള്ളതിൽ അത് വീട്ടിൽ വന്നിട്ട് അത് ഫുള്ള് ഷെയർ ചെയ്തിട്ട് അവള് കഴിക്കുള്ളൂ. അത് ഭയങ്കര പ്ലസ് പോയിന്റ്. പറ്റി പറയൂ. കൂടൊക്കെ പറഞ്ഞു. വേറെ ഉണ്ടോ? യുവാക്കുട്ടി കൊറേ നേരം കൂട്ടാ പിണങ്ങി, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ തിരിച്ചു കൂട്ടാ. പാർട്ട്നേഴ്സ് ഇൻ ക്രൈം ആണ് രണ്ടും. എല്ലാത്തിനും ഒരുമിച്ചുണ്ടാവും. എല്ലാത്തിനും ജമ്പനും തുമ്പനും തുമ്പനുമാണ്. ഒരേ ബർത്ത്ഡേയും ഒരേ ഇതുമുള്ള എല്ലാം രണ്ടും. നീ ഇച്ചുകുട്ടി പാടാ ചേച്ചി പെണ്ണിനെ പറ്റി. യുവാക്കുട്ടി എപ്പോഴും ഞാൻ കിടന്നുറങ്ങുമ്പോ കെട്ടിപ്പിടിക്കും, പിന്നെ കളിക്കുമ്പോ എന്റെ കൂട്ടത്തിലും കളിക്കും. പിന്നെ ഈ കൊമ്പൊക്കെ കെട്ടിത്തരുന്ന ആരാ? എന്നെ എന്നാന്ന് ചോദിച്ചാൽ യുവക്കുട്ടീനെ കുറിച്ച് പറയാനുള്ളതാണേലില്ലേ, യുവക്കുട്ടീനോട് ഇപ്പം നമ്മള് എന്തെങ്കിലും ഒരു സ്ഥലത്ത് കടയിലൊക്കെ കയറുവാണേലില്ലേ, യുവക്കുട്ടി എന്തെങ്കിലുമൊക്കെ പോയി എടുക്കും. എന്താന്ന് വെച്ചാൽ ഈ ക്രാഫ്റ്റ് ഐറ്റം ഒക്കെയാ. ഇപ്പൊ നമ്മളിപ്പോ പറയുവാണ് ഇപ്പൊ അത് വാങ്ങല്
മോളെ ഇതിപ്പോൾ വാങ്ങണ്ട, കഴിഞ്ഞ ആഴ്ച നമ്മൾ വാങ്ങിച്ചതല്ലേ. അങ്ങനെയല്ല, ഇപ്പം ഷോപ്പിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ പറയും ചിലപ്പം ഇവരോട് 3 പേരോട്, ഇവർ 3 പേരും അങ്ങനെ തന്നെയാണ്. എന്നാലും ഇവരോട് 3 പേരോട് നമ്മൾ പറയും ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച മേടിച്ചോണ്ട് ഇനി കടയിൽ കയറി അതും ഇതൊന്നും വാങ്ങരുത് കേട്ടോ. നമ്മൾ ആദ്യം പറയുവാണെങ്കിൽ കടയിൽ കയറി കഴിഞ്ഞാൽ എന്ത് സാധനമാണേലും നോക്കിയാൽ അതവിടെ വെക്കും. ഇപ്പോൾ ഈ കുട്ടിയോട് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ക്യാരി ഇപ്പോൾ കുട്ടി ഒരു പില്ലോ പോലത്തെ ഒരു സാധനം കയ്യിൽ പിടിച്ചുകൊണ്ട് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു മോളെ ഇത് എടുക്കണ്ട, ഇതും കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ബില്ലടിക്കാനുള്ള അവിടെ എത്തുമ്പോൾ തന്നെ താഴെ വെച്ചോളാം എന്ന് പറഞ്ഞു. അതുവരെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ല. അവിടെ എത്തുമ്പം താഴെ വെച്ചു. അങ്ങനെ പിന്നെ ഇച്ചിരി പൊടിക്ക് അമ്മേനെക്കാളും ഇഷ്ടം പപ്പച്ചിനെയാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ പറയാറ് ഞങ്ങൾ നാട്ടിൽ ഇസക്കുട്ടിയുടെ ഡെലിവറിക്കൊക്കെ ഞാൻ നാട്ടിൽ പോയ ആ സമയത്ത് പറയായിരുന്നു അവിടുന്ന് എന്നെ ഒന്ന് ഫ്ലൈറ്റേ കയറി വിട്ടാൽ മതി, ഞാൻ ദുബായി പോയിട്ട് പപ്പച്ചിൻ്റെ കൂടെ ഞാൻ നിന്നോളാം, ഞാൻ അവിടെ പോയിട്ട് നിൽക്കുന്നുള്ളൂ, പപ്പച്ചി ഞങ്ങളെ കൊണ്ടുപോകുന്നു എന്നും ചോദിക്കുന്ന, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആൾ ഇവക്കുട്ടിയായിരുന്നു കേട്ടോ. ഇപ്പം ആണല്ലോ എനിക്ക് അവളെ കൊണ്ട് അങ്ങനെ ഒരു വഴക്കൊന്നും കുഞ്ഞിലെ തൊട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവൾ ഉണ്ടായപ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലൊരു വിഷമമായിരുന്നു. 4 മാസമായപ്പോൾ തൊട്ട് ഞാൻ ജോലിക്കൊക്കെ പോയപ്പം ഇവളങ്ങനെ കെയർ ചെയ്യാൻ പറ്റില്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അന്നേരമൊക്കെ വന്നു കഴിഞ്ഞാലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കൊച്ചിനെ നോക്കാനായിട്ട്. ഭയങ്കര ഭയങ്കര പാവമായിരുന്നു അന്നേരം ചെറുതിലേക്ക്. ഇപ്പോഴാണ് ഈ മണിക്കൂറിലത് ഒരു 2 പ്രാവശ്യം പിണങ്ങുമൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പിണങ്ങിയിരിക്കത്തൊന്നുമില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഏറ്റു പോരും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇസക്കുട്ടീനെ പുറത്തൊക്കെ കൊണ്ടുപോയാൽ എപ്പോഴും കൈ പിടിച്ച് നടന്ന് ഭയങ്കര കെയറിങ്ങാണ്. ഞാനും നവംബർ 14 നവംബർ 14 ഒരാളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക പ്ലസ് പോയിന്റ് കേൾക്കാൻ വേണ്ടി. ഓ നേരല്ലേ, ഇനി പ്ലസ് പോയിന്റ് പറയാൻ ഏതെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്ലസ് പോയിന്റ് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതെങ്കൂട്ടന്റെ? അയ്യോ ഏതെങ്കൂട്ടൻ ആകാംക്ഷയിലിരിക്കുക. ഉണ്ടക്കണക്ക് ഇപ്പൊ പുറത്തിയാടുവോ? ഉണ്ടക്കണക്ക് ഇപ്പൊ പുറത്തിയാടുവോ ആകാംക്ഷ കൊണ്ട്? ഏതെങ്കൂട്ടന്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഏതെങ്കൂട്ടൻ ഭയങ്കര നമ്മുടെ പ്രായത്തിനൊക്കെ കൂടുതൽ പക്വതയുണ്ട് അല്ലേ? ചില നേരത്ത് അല്ല എനിക്ക് തോന്നിയിട്ടുള്ളേ. ഇപ്പം നേരത്തെ ഇവക്കുട്ടീനെ പറഞ്ഞ പോലെ അതിനൊക്കെ കൂടുതൽ ഏതനാ ഉള്ളത്. ഇപ്പം ഷോപ്പിൽ കയറുമ്പം ഇപ്പം ചിലപ്പം ഏതന തോന്നും, സാധനം വാങ്ങണം, കളിപ്പാട്ടം വാങ്ങണം എന്നൊക്കെ തോന്നും. പക്ഷെ വലിയ പൈസ എന്നോട് ആദ്യം ചോദിക്കും ഇതിന് എത്ര പൈസ എന്ന് ചോദിക്കും. ഇപ്പം 50 റംസ് 60 റംസ് എന്നൊക്കെ പറയുവാണെങ്കിൽ ഓക്കെ ഒന്നുമില്ല എന്ന് പറയും. അപ്പൊ അവന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, വേണമെന്നുണ്ടാവും. പക്ഷെ നമ്മളോട് ചോദിക്കും. അവനോട് ആദ്യം പറഞ്ഞ ഒരു പ്രശ്നമില്ല. ആദ്യം പറഞ്ഞില്ലേ പോലും അവനുണ്ട്, അവന്റെ ഒരു പ്രൈസ്, അവന്റെ മനസ്സിൽ പ്രൈസ് ഉണ്ട്. പിന്നെ ആ പ്രൈസ് കഴിഞ്ഞ് കൂടുതലാണ് അവന്റെ അവിടെ സാധനത്തിന് വില എന്നെങ്കിൽ നമ്മളോട് വേണമെന്ന് പോലും പറയൂല്ലോ. എന്റെ മനസ്സിലുള്ള പ്രൈസ് അല്ല, എന്റെ കുടിക്കൊക്കെ പ്രൈസ് ഇപ്പൊ കുടുക്ക വന്നേ പിന്നെ അതും ആലോചിക്കും. കുടുക്കയ്ക്ക് അതുള്ള പൈസയേക്കാളും മേലെയാണെങ്കിൽ വേണ്ട. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാല് ഭയങ്കര കെയറിങ്ങാ ഇവക്കുട്ടീനെ ഇസക്കുട്ടീനെ. അതെല്ലാരും പറയട്ടെ, എല്ലാം പറയരുത്. അങ്ങനെ ഉണ്ടല്ലേ? എന്നാ ഞാൻ മൈക്ക് കൈമാറട്ടെ. ഇനി എനിക്ക് മൈക്ക്. സന്തോഷായോ കുഞ്ഞപ്പി? ആണോ? എന്റെ ഏതെങ്കൂട്ടനെ കൊണ്ട് പറയാനാണെങ്കിൽ ഏതെങ്കൂട്ടൻ എങ്ങനെയാന്ന് ചോദിച്ചാലില്ലേ, ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ഇല്ലേ ഏതെങ്കൂട്ടൻ അങ്ങനെ പിണക്കമില്ല, എപ്പോഴും ഹാപ്പിയാ. മെയിനായ കാര്യം എപ്പോഴും ഹാപ്പിയാണ്, അങ്ങനെ പിണങ്ങിയിരിക്കത്തില്ല. ഇപ്പൊ ഞാനല്ലേ എനിക്ക് ദേഷ്യം പിടിച്ചാലല്ലേ ഇപ്പം കുരുത്തക്കേട് കളിച്ചാലൊക്കെ ഞാൻ ഇപ്പൊ അടി കൊടുത്തെന്നോർത്തോ, കുഞ്ഞടിയൊക്കെ കൊടുക്കൂല്ലോ നമ്മൾ എന്തായാലും അനുസരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാനൊക്കെ. അതെന്തിനാ അത് എന്റെ ഇടയ്ക്കില്ലേ ഇവരെയൊക്കെ വല്ല വഴക്കൊക്കെ ഞാൻ പറയുവാണെങ്കിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അമ്മ നമ്മളെ അടി തരുവും വഴക്ക് പറയുകയും ചെയ്യുന്നില്ലേ, നമ്മൾ നന്നാകാൻ വേണ്ടിയാന്ന് ഇവൻ എപ്പോഴും കുഞ്ഞിലെ തൊട്ട് പറഞ്ഞു കൊടുക്കും ഇവരോട്. അപ്പൊ ഇനി ഇവക്കുട്ടി പറ ചേട്ടായിക്കുട്ടനെ കുറിച്ച്. ഞാനില്ലേ എപ്പോഴും എന്തെങ്കിലും പ്ലാൻ ആകണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേട്ടൻ എന്തായാലും ഉണ്ട്. എന്നിട്ട് ചേട്ടയ്ക്ക് എന്തെങ്കിലും കളിക്കണം, പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഇത് കളിക്കാന്ന്. അപ്പൊ ചേട്ടായി പറഞ്ഞു എന്നാ പിന്നെ അതന്നെ കളിക്കാന്ന്. വിട്ടു കൊടുക്കും ചേട്ടായി. അതങ്ങനെയാ. ചേട്ടായിനെ പറ്റി എന്താ? ചേട്ട എപ്പോഴും ഞാൻ തന്നെ എടുക്കുമ്പോ കെട്ടിപ്പിടിച്ച് ഉറക്കും. കൈയൊക്കെ വെച്ചിട്ട് കയ്യെ കിടത്തും, തലയൊക്കെ വെച്ച് ഭയങ്കര. പിന്നെ എടുത്തോണ്ട് നടക്കും. ഇവാക്കുട്ടിനെ പറ്റി പറയുന്നത് കുഞ്ഞല്ലടാ. ഇവാക്കുട്ടി എന്നാന്ന് വെച്ചാൽ ഇവാക്കുട്ടിയാണ് എപ്പോഴും ഒരുക്കിക്കൊണ്ട് നടക്കുന്നത്. ഏതെങ്കൂട്ടനാണ് ഇവര് രണ്ടുപേരെയും മേച്ചോണ്ട് നടക്കുന്നത്. അതൊക്കെയാണ് അല്ലേ? ഇവക്കുട്ടി ഉണ്ടല്ലോ കൊച്ചേന്നേ വിളിക്കുള്ളൂ ഇസാക്കുട്ടീനെ. അപ്പൊ ഏതെങ്കൂട്ടിനെ പിണങ്ങിയിട്ട് ഇവള് വഴക്ക് പറയുന്ന പോലെ ഇവാക്കുട്ടീന്ന് കുട്ടിയെ പറയുള്ളൂ.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത നമുക്ക് നെക്സ്റ്റ് ബർത്ത്ഡേ ഗേൾ ആരാണ്? ചേട്ടേ എന്നാ അമ്മേന്റെ ബർത്ത്ഡേ? December 1st. ഓക്കെ. അപ്പൊ December 1st ഉള്ള അമ്മേനെ പറ്റി ആരാദ്യം പറയുന്നേ? പറയൂ ഓക്കെ. ഞാൻ ഏതൊക്കെ പറഞ്ഞു? ഏതുകൊണ്ടും പറ. ഓക്കെ. അമ്മ ഞങ്ങൾക്ക് എന്ത് വേണോ അത് കുക്ക് ചെയ്ത് തരും. ഓർത്തൊക്കെ ഞങ്ങള് പൊറോട്ട വേണമെന്ന് പറഞ്ഞ് പൊറോട്ടയും ബീഫും വേണമെന്ന് പറയും ഞന്ന്. അപ്പൊ അമ്മ ഷൈജിനോട് പറയും ചിമ്മനിയിൽ കയറുമ്പോ പൊറോട്ട വാങ്ങിക്കണം, എന്നിട്ട് അമ്മ ഞങ്ങൾക്ക് ബീഫ് ഉണ്ടാക്കി തരും. ഒരു ദിവസം അമ്മ ഞങ്ങൾക്ക് നെയ്റോസ്റ്റും പുളിസയും ഉണ്ടാക്കി തന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു, എന്നിട്ട് കഴിച്ചു. അപ്പൊ നെക്സ്റ്റ് ദിവസവും നെയ്റോസ്റ്റും പുളിസയും ഡിന്നറിന്, നെക്സ്റ്റ് ദിവസവും സെയിം, നെക്സ്റ്റ് ദിവസവും സെയിം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് നല്ല കാര്യമാണ് മോശക്കാരാണ് പറഞ്ഞു വരുന്നത്. ഇത് നീ എന്നെ പൊക്കിയതാണോ അതോ താഴെ കിട്ടതാണോ? പൊക്കിയത്. നല്ലതായോണ്ട് ഇവർക്ക് വേണമെന്ന്. ഞങ്ങൾക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോ നല്ലവണ്ണം കൊറേ ഉണ്ടാക്കി. നീ കുട്ടി പറ. ഞാൻ ചിന്തിക്കട്ടെ. ചിന്തിക്കൊക്കെ വേണം. ഇവരെല്ലാം പ്ലസ് പോയിന്റ് പറഞ്ഞില്ലേ, ഇനി ഞാനെന്ത് പറയാനാ? അപ്പൊ ഇവിടെ അറിയാം അമ്മയ്ക്കാകെ 2 പ്ലസ് പോയിന്റേ ഉള്ളത്, അല്ല 3 പ്ലസ് പോയിന്റേ ഉള്ളതാ. മുട്ടായും പിന്നെ നെയ്റോസ്റ്റും ഉണ്ടാക്കി കൊടുത്തില്ലായിരുന്നു, എന്റെ കാര്യം പോക്കായി പോയേനെ. ഞാൻ പറയാം, ആലോചിച്ച് വെച്ച് അറിയോ? ചേച്ചിക്ക് അറിയാവോന്നൊക്കെ. നിന്നെ ആരാടി പഠിപ്പിക്കുന്നേ? എനിക്ക് നിത്യനെ പറ്റി പറയാനുള്ള പ്ലസ് പോയിന്റ്, അതായത് ഇല്ലില്ല, അത് നിത്യ ഈ 3 പിള്ളേരെ പഠിപ്പിക്കുന്ന സംഭവം എത്ര ക്ഷമയോടെയാന്ന് ചോദിച്ചാല് നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ല. അത്ര ഇത് ഞാൻ ഓഫീസിൽ നിന്ന് ചില സമയത്ത് ഇറങ്ങുന്ന 10:30 11 മണിക്കൊക്കെ 10:30 ആയിരിക്കും രാത്രി 10:00 ഇവിടെ എത്തും 11:30 സമയം. ആ സമയത്ത് നോക്കുമ്പോഴുണ്ടാവും ഇവിടെ നിന്ന് ഹോംവർക്കും കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നു. അത്രയും നല്ലോണം 3 പിള്ളേരെ പഠിപ്പിക്കുന്നത്. അത് മാത്രം, അതുകൊണ്ട് തന്നെ സ്കൂളിലെ മറ്റ് പിള്ളേരുടെ അമ്മമാരൊക്കെ ഇരുന്ന് സംശയം ഇതെല്ലാം ചോദിക്കുന്ന അമ്മേനോടാ. പിന്നെ അവർക്കാകെ ഒരു കൊച്ചേ ഉള്ളൂ. അമ്മയ്ക്ക് നമുക്ക് 3 പിള്ളേരുണ്ട്, എന്നിട്ടും അവരും എല്ലാ സാധനവും ചോദിക്കുന്നത് നിത്യോടാ. കുഞ്ഞിപ്പെണ്ണും എല്ലാം കിട്ടിയോ? ഒരു സാധനം പഠിക്കുമ്പോൾ റോങ് ആക്കിയാലേ അത് സെക്കൻഡ് പ്രാവശ്യം ചെയ്യിപ്പിക്കൂല. ഇങ്ങനെ പറയും നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്യരുത്, എന്നിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും. എന്നിട്ട് ഞാൻ അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയട്ടെ. ഒരു ദിവസത്തില് ഞാനില്ലേ അറിയാതെ ഒരു എൻ്റെ ഈ ആക്ടിവിറ്റി ഇല്ലേ, ഇന്നലെ ആക്ടിവിറ്റി ഇല്ലേ, ടീച്ചർ ചക്ക വലുപ്പത്തിൽ പറഞ്ഞാണ് A4 പേപ്പറിലാണ് ആക്ടിവിറ്റി ചെയ്യേണ്ടിരുന്നത്. യുവാക്കുട്ടി എഴുതി കഴിഞ്ഞപ്പോ സ്പേസ് ബാക്കി ഉണ്ടായിരുന്നു, അതങ്ങ് മുറിച്ചു കളഞ്ഞു. എനിക്ക് സെക്കൻഡ് പ്രൈസ് എഴുതണ്ടാന്ന് പറഞ്ഞ കാര്യം കൂട്ടിയപ്പോ ലാസ്റ്റ് അമ്മയെന്ന് എഴുതി കൊടുത്തത്. അപ്പം ചേട്ടൻ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ട് ഹിന്ദി അമ്മയല്ലേ എഴുതി തന്നെ. അത് കാണാൻ കോക്കനട്ട് വലിയൊരു റെസിപ്പി ബുക്കായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ പുതിയ ആക്ടിവിറ്റി. നിങ്ങൾ ഇതുപോലെ തന്നെ കുടുംബമായിട്ട് ഇങ്ങനെ ഒരുമിച്ചിരിക്കുക, മറ്റുള്ള ആൾക്കാരെ പറ്റി പറയാൻ പറ്റുന്ന പ്ലസ് പോയിന്റ്. ചില ഇതല്ലേ സംഭവം, അതായത് ചില ആൾക്കാരുണ്ടാവും, നമ്മളിപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ പറ്റി അയ്യോ അയാൾ നല്ല ആളായിരുന്നു, അയാൾ ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിരുന്നു, ഒരു 100 കൂട്ടം കമന്റ് കാണാം. അതേ സംഭവം തന്നെ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞെങ്കിൽ എന്ത് നല്ലതായിരുന്നു. നമ്മളിപ്പോ നമ്മളെ പറ്റി നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ അന്നേരം ഒരു മനുഷ്യൻ പോലും പറയൂല. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാവൂലേ നമ്മുടെ ലൈഫില്, ഇല്ലേ? ഇപ്പൊ നമ്മളുടെ വേണ്ടപ്പെട്ടവര് നമ്മളെ കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവായ കാര്യം പറയുമ്പോൾ നമുക്ക് അതിന് ഇരട്ടി മധുരമായിരിക്കും. അങ്ങനെ നമുക്ക് അല്ലേ നല്ല കാര്യങ്ങൾ കേൾക്കണം എന്ന് നമുക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവൂലേ? അതുപോലെ തന്നെയാണ് നമ്മളെ കുറിച്ച് നമ്മുടെ മക്കളും നമ്മുടെ ഹസ്ബൻഡും നമ്മളെപ്പോഴും അവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ. അപ്പം നമുക്ക് അവർ പറയുന്നത് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും. അവർ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കാനായിട്ട് നമുക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും. അപ്പം നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം അവർ തിരിച്ച് നമ്മളോട് പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, അവരോട് നമുക്ക് ഭയങ്കര കൂടുതൽ അടുപ്പം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ദിവസം തോറും നമ്മുടെ ഡെഡിക്കേഷൻ കൂടും.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതുപോലെ നിങ്ങളും ഇടയ്ക്ക് ഒരുമിച്ചിരിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ പറ്റി അവരുടെ മനസ്സിൽ തോന്നുന്ന പ്ലസ് പോയിന്റ് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ ഇത് നല്ല നമ്മൾ ആദ്യ പ്രാവശ്യം ചെയ്ത് നോക്കിയല്ലേ അത്? നമ്മൾ ആദ്യം വെറുതെ ഒരു ദിവസം വീട്ടിൽ നിന്ന് പറഞ്ഞതാണത്. അതിന് ശേഷമാണ് നമുക്ക് ആ ആശയം തോന്നിയത്. നമുക്ക് ഇഷ്ടപ്പെട്ടോ അത് നമുക്ക് ഭയങ്കര പ്ലസ് പോയിന്റ് ആയിരുന്നു. കടക്കുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാ. നമുക്ക് ഭയങ്കര അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആണോ? അല്ല, നമ്മളന്ന് നെഗറ്റീവും പ്ലസും മൈനസും പറഞ്ഞു അല്ലേ? നെഗറ്റീവും പറഞ്ഞായിരുന്നു, പോസിറ്റീവായ കാര്യങ്ങൾ പോസിറ്റീവായിരുന്നു. അന്ന് ഞാൻ ദൂസ്വപ്നം കണ്ടില്ലായിരുന്നു. നമുക്കതൊരു ഭയങ്കര അനുഭവമായിരുന്നു. കാരണം പിള്ളേരൊക്കെ ഇങ്ങനെ ഇവർക്ക് എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു ഈവൻ ഇസക്കുട്ടിക്ക് ഈ മുട്ടായി വാങ്ങി തരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ പറയാനും ഒക്കെ ഉള്ളൂ. എന്നാലും അവളും അതും പറയുന്നുണ്ടല്ലോ, ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. പിള്ളേരെ മനസ്സിൽ പോലും നമ്മളെ പറ്റിയുള്ള മൈനസും അവര് പറഞ്ഞിരുന്നു അന്ന്. നല്ല സാധനം പറഞ്ഞപ്പോ കൊച്ചിന്റെ ചിരി കാണണേന്നു. എല്ലാരും ഇസക്കുട്ടിനെ പറ്റി നല്ല ഇസക്കുട്ടി ബ്ലഷ് ആവുമായിരുന്നു അല്ലേ? കാരണം കുഞ്ഞു അപ്പൊ നമുക്കറിയത്തില്ല. ഇപ്പൊ 4 വയസ്സായി ഇവൾക്ക്. 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഇപ്പൊ വീഡിയോ എടുക്കുന്നതിലൊന്നും അല്ല കാര്യം. നിങ്ങളും വീട്ടിലിരുന്നിട്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം. നിങ്ങളെ കുഞ്ഞുമക്കളുമായിട്ട് കൂടി ഇരുന്നിട്ട് അവരോട് ചോദിക്കണം എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ അവരോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അവരോട് പറയുക. ഇതൊക്കെ ഒരു നല്ലൊരു മൊമെന്റാ ലൈഫില്. അപ്പൊ എല്ലാരും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ. 10 ലൈക്കും 10 കോമന്റും കിട്ടിയാൽ പാർട്ട് 2 ചെയ്യും നെഗറ്റീവ് പറഞ്ഞത്.